Lord Jesus. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഇന്നിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, ഇത് ഇവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല, നാനാജാതി മതസ്ഥരായ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പ്രായത്തിൽ പല അവസ്ഥയുള്ളവരും, പല ഷേപ്പ് എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ളവർ, ആരോഗ്യമില്ലാത്തവർ, രോഗമുള്ളവർ, രോഗമില്ലാത്തവരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരമായി കർത്താവ് ഭൂമിയിൽ ഉയർത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് തിരുസഭ എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അനേകം വ്യക്തികൾക്ക് തിരുസഭ എൻ്റെ പ്രശ്നത്തിന് വേണ്ടി കൂടിയുള്ള പരിഹാരമാണെന്ന് അറിയാത്തത് കൊണ്ട് അതിൻ്റെ ഗുണം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ചില ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഈ സഭയിലെ സിസ്റ്റർമാർ, അച്ഛന്മാർ, ഇവരൊക്കെ ഇങ്ങനെ ജീവിക്കണം, അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെയല്ല. ഒരച്ഛൻ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും വേണ്ടിയുള്ള യേശുവിൻ്റെ പ്രതിപുരുഷനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കട്ടപ്പനയുടെ അച്ഛനുണ്ട്, അല്ലെങ്കിൽ വെള്ളയാങ്കുളിയുടെ അച്ഛനുണ്ട്, അതും അല്ലെങ്കിൽ ഇവിടെ നെടുങ്കണ്ടത്തിൻ്റെ അച്ഛനുണ്ടെന്ന് പറഞ്ഞാൽ ഈ ദേശത്തുള്ള നാനാജാതി മതസ്ഥർക്ക് മാത്രമല്ല, സർവ സൃഷ്ടചരാചരങ്ങൾക്കും ഈ ദേശത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു വരദാനമാണ് ഒരച്ഛൻ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് മാസം പറഞ്ഞ് ഇത് അറിയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു അച്ഛനായി അട്ടപ്പാടിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു വൈദികൻ എന്നുള്ളത് ഇത് എല്ലാവർക്കും വേണ്ടി ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഒരച്ഛൻ, അല്ലെങ്കിൽ സഭ, അല്ലെങ്കിൽ സഭയുടെ ശുശ്രൂഷ, അല്ലെങ്കിൽ ഒരു സിസ്റ്റർ എന്ന് അറിയാത്തത് കൊണ്ട് എനിക്ക് ഈ വൈദിക ജീവിതത്തോട് ഒരു മതിപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അട്ടപ്പാടിയിൽ വേറെ പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ പുതിയ പുതിയ കൃഷികൾ പഠിപ്പിക്കുക, ഇഞ്ചി, പുതിയ നല്ല കൂടുതൽ കുരുമുളക് ഇടുന്ന കുരുമുളക് ചെടികൾ, ഇഞ്ചി ചെടികൾ, ഇതൊക്കെ കൊണ്ടുവരിക, തോമരയ്ക്ക, ഇങ്ങനെ പല കാര്യങ്ങൾ. പിന്നെ ഈ സഞ്ചയിക പോലെ ലോൺ പദ്ധതികൾ, എന്തിനു പറയണം, ഒരുപാട് ഫ്രീസ് അല്ലേ, കോഴീനെ വളർത്തി കാശുണ്ടാക്കണ പരിപാടി. അച്ഛൻ പള്ളിയിലല്ല, വീടുകളിൽ കൊടുക്കുക. ഫ്രീസ് അല്ലോ, ആട് ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ അച്ഛൻ്റെ മുഴുവൻ സമയം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഒരൊറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, ഈ പാവപ്പെട്ട ആളുകൾക്ക് എങ്ങനെയെങ്കിലും 4 കാശുണ്ടായി അവരുടെ ജീവിതം സന്തോഷമായിട്ട് ഇരിക്കണം കണ്ടിട്ട് വേണം എനിക്ക് എൻ്റെ ഇടവകയിൽ നിന്ന് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. കോഴി കൊടുത്തൊക്കെ മുട്ടയിട്ട് കോഴിമുട്ടകൾ ഇഷ്ടംപോലെ ഉണ്ടായി. പക്ഷേ അതൊക്കെ കൊണ്ട് വിറ്റ് കുടിയന്മാർ നന്നായിട്ട് കുടിച്ച്. പശുവിനെ കൊടുത്തത്, പശു പ്രസവിച്ച് തുരുതുരാന്ന് പ്രസവിച്ച് പശുക്കിടാങ്ങളും ഉണ്ടായി, പാലും ഉണ്ടായി. പാല് 10 ലിറ്റർ 12 ലിറ്റർ വിറ്റ് അതിങ്ങനെ ആഴ്ച തോറും വരവായി വീട്ടിലേക്ക്. ആ വരവനുസരിച്ച് വീട്ടിൽ വഴക്കും കലഹവും കൂടി. കാരണം ചാരായം കുടിച്ചിട്ട് വീട്ടിൽ പണ്ടത്തെ പിന്നത്തതായി വീട്ടിലെ സ്ഥിതി. അപ്പം ഞാൻ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എന്താ, നമ്മൾ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി കടന്ന് ചത്ത് പണിയെടുത്ത് രാത്രി പകലില്ലാതെ ഓടി ചക്രശ്വാസം വലിച്ച് പണിയെടുത്ത് ഇതുങ്ങളുടെ സ്വഭാവത്തിന്, ഇതുങ്ങളുടെ അവസ്ഥകൾക്ക് കാര്യമായി വ്യത്യാസം വരണില്ല. ഒക്കെ പഴയതുപോലെ തന്നെ വഴക്കമുണ്ട്, ദേഷ്യമുണ്ട്, തമ്മിലുണ്ട്, പൗശൂന്യമുണ്ട്, കുശുമ്പുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളവിടെ കിടന്ന് ചത്ത് പണിയെടുക്കണ വെറുതെ. അപ്പം ഞാൻ കർത്താവിന് ചോദിച്ചു, കർത്താവേ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ അട്ടപ്പാടിക്കാരെ എല്ലാവരും രക്ഷിക്കണം, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് നേരിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു നല്ല തല നരച്ച ഒരു ചേട്ടൻ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നു. എനിക്കതുകൊണ്ട് ഈ തല നരച്ച ആ ചേട്ടന്മാരെ കണ്ട ഭയങ്കര ബഹുമാനമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രായം ചെന്ന് തല നരച്ചവരുടെ മുമ്പിൽ ആദരപൂർവ്വം എഴുന്നേറ്റ് അവരെ ബഹുമാനിച്ച് കസേര കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ബസ്സിലാണെങ്കിൽ അവർക്ക് സീറ്റ് കൊടുക്കണം. അപ്പം നല്ല തല നരച്ച ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ ഇടവക്കാരനാണ്. എൻ്റെ ഇടവക്കാരനായ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അച്ഛാ ഞങ്ങളുടെ നാട്ടിൽ ഒരു നല്ല അച്ഛൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ആ ചേട്ടൻ എന്നെക്കുറിച്ചുള്ള ഇംപ്രഷൻ. ആ ചേട്ടൻ പറയുകയാണേ, ഒരു നല്ല അച്ഛൻ പണ്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ലോകത്തിലേക്ക് വെച്ച് നല്ല അച്ഛൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ തലക്കെട്ടെന്നെ അടിച്ചിട്ട് ചേട്ടൻ സംസാരിക്കണത്. ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു, ആ അച്ഛൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചോദിച്ചു. നമുക്ക് അറിയണമല്ലോ, ആ അച്ഛൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത്, ഒരു സംഭവം പറയാച്ചാ, അതായത് ആ അച്ഛൻ ഒരു ദിവസം വെളുപ്പിനെ ഒരു കുടുംബത്തിൽ പോയി പ്രാർത്ഥിച്ചു വരും. വെളുപ്പിന് 3 മണി സമയമാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് വരുമ്പോൾ വേറൊരു വീട്ടിൽ നിന്ന് അലമുറയിട്ട കരച്ചിൽ കേൾക്കാം. ഉടനെ
എന്താണ് അതിൻ്റെ കാര്യമെന്ന് അറിയാൻ വേണ്ടി ഈ അച്ഛൻ ആ വീട്ടിലേക്ക് തോണിയിലാണ് യാത്ര ചെയ്യുന്നത്. കുട്ടനാട്ടിൽ വല്ല ആയിരിക്കണം, തോണിയുള്ള സ്ഥലമാണ്, വെള്ളത്തിലാണ് യാത്ര. തോണിക്കാരന് പറഞ്ഞു തോണി ആ വീടിൻ്റെ അങ്ങോട്ട് നീക്കാൻ പറഞ്ഞു. അങ്ങനെ തോണിക്കാരൻ തുഴഞ്ഞ് തോണി അവിടെ എത്തിച്ചു. അപ്പോൾ ആ വീട്ടിൽ ചെന്ന് ചോദിച്ചു എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ ആ കുടുംബനാഥയും കുടുംബാംഗങ്ങൾ എല്ലാവരും ഇരുന്ന് ഈശോയുടെ രൂപത്തിൻ്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരയുകയാണ്. വിഷയം ഏതാണ്? കടബാധ്യത കൊണ്ട് മൂടി, ഇനി ഒരു രക്ഷയില്ല. പിറ്റേ ദിവസം ജപ്തി വന്ന് ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ദിവസമാണ്. അങ്ങനെ രാത്രി ഉറക്കം വരാതെ ഇവർ കരയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ അച്ഛന് ഭയങ്കര നല്ല ഹൃദയമുള്ള അച്ഛനാണ്. ഈ അച്ഛന് ഭയങ്കര സങ്കടമായി. ഈ അച്ഛൻ പറഞ്ഞു, അയ്യോ ഇത്രയും വലിയ കടബാധ്യത ഉണ്ടായിരുന്നോ, ഇനി എന്ത് ചെയ്യും? അച്ഛന് മനസ്സുകൊണ്ട് ഭയങ്കര സങ്കടമായി. അച്ഛൻ നോക്കി, അച്ഛൻ പെട്ടെന്ന് നല്ല അച്ഛനാണ്. അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് തരാൻ സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് അച്ഛൻ്റെ ലോഹയുടെ ഇടയിൽ ഒരു സ്ലീവ ഉണ്ടായിരുന്നു. സ്ലീവ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കുരിശിൻ്റെ രൂപം, ഇതുപോലത്തെ ഒരു കുരിശ് രൂപം ഉണ്ടായിരുന്നു. ആ കുരിശ് രൂപം അച്ഛനങ്ങൾ എടുത്തിട്ട് ഈ കുടുംബത്തിന് നേരെ ഒരു ആശീർവാദം കൊടുത്തിട്ട് പറഞ്ഞു, ഈ കുടുംബത്തിൻ്റെ കടബാധ്യത മാറിപ്പോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അച്ഛൻ അങ്ങോട്ട് പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ മുതൽ ആ കുടുംബത്തിൽ പെട്ടെന്ന് വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. കുറച്ച് ആളുകൾ ഇടപെട്ടു. ആ ബാങ്കുകാർ അന്ന് ജപ്തി നടത്താൻ പറ്റിയില്ല. അപ്പോഴേക്കും കുറച്ച് ചിലർ സഹായിച്ചു, ബന്ധുക്കൾ കുറച്ച് പേര് വന്നു. അപ്പോൾ കച്ചവടം നടന്ന ഒരു സാധനത്തിന് പൈസ കിട്ടി. അങ്ങനെ കുറേ കടം വീട്ടി. പിന്നെ പെട്ടെന്ന് കുറേശ്ശെ കടങ്ങൾ വീട്ടാൻ പറ്റി. അങ്ങനെ കടങ്ങൾ വീട്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കേരളക്കരയിൽ ആ കുടുംബം വളരെ പ്രസിദ്ധമായ ഒരു സാമ്പത്തികമായി അങ്ങേയറ്റം ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബമായി ഇന്ന് കേരളത്തിൽ ആ കുടുംബം ഉണ്ട്. ഞാൻ ആ കുടുംബത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, അത് ശരി, ഒരച്ഛൻ ഇങ്ങനെ ആശീർവദിച്ചപ്പോൾ ഇത്രയും കാര്യം സംഭവിച്ചോ എന്ന് ചോദിച്ചു. ഞാനൊരു സാമൂഹ്യ വിപ്ലവകാരിയാണ് അന്ന്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഭക്തിയും കുരിശിൻ്റെ ഇങ്ങനെ ആശീർവാദം സ്ലീവ ഇത് ഞാൻ പറഞ്ഞു, അതൊക്കെ അത്യാവശ്യം പള്ളിയിലൊക്കെ കൊള്ളാം. പക്ഷെ അപ്പോൾ ചേട്ടൻ അങ്ങോട്ട് പോയല്ലോ. ഞാൻ പിന്നെ അത് കാര്യമായിട്ട് ഗവനിച്ചില്ല. അത് പഴയ ഏതൊരു പഴങ്കഥ അത്ര ഞാൻ ചിന്തിച്ചുള്ളൂ. അങ്ങനെ ഞാൻ താവളത്തൊരു ദിവസം ഇരിക്കുമ്പം ഒരു ചേട്ടൻ വളരെ മൂഡ് ഔട്ടായിട്ടിരിക്കുകയാണ്. ഇവിടെ ചില ആളുകൾ ഇരിക്കണ മാതിരി. ഇന്ന് വീട്ടിൽ നിന്ന് എന്തോ അടി ഉണ്ടാക്കി വന്നിരിക്കുന്ന ആളുകളാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. മൂഡ് ഔട്ടായിട്ടിരിക്കുകയാണ്. ഞാൻ ആ ചേട്ടനെ വിളിച്ചു. അന്ന് ആകെ 10, 15, 20 പേരെ ധ്യാനത്തിനുള്ളൂ. ഞാൻ ചേട്ടനെ വിളിച്ചു, ചേട്ടാ എന്താ ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്താ അച്ഛാ ഇനി സന്തോഷിക്കാൻ, എല്ലാം പോയി എന്ന് പറഞ്ഞു. ആ ചേട്ടൻ പാലായി എന്നുള്ളൊരു ചേട്ടനാണ്. ആ ചേട്ടൻ പറയുകയാണ്, 11 വർഷമായി കടബാധ്യത കൂടി ഇപ്പോൾ 1,40,00,000 കട എന്ന് പറഞ്ഞു. ബിസിനസ് എല്ലാം പൂട്ടി. വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഭാര്യ പറയും, ഇതിയാൻ്റെ പിടിപ്പുകളോട് എല്ലാം നശിച്ച് എന്ന് പറഞ്ഞിട്ട് ആ ഭാര്യയുടെ കയ്യിൽ നിന്ന് എങ്ങനെ കഞ്ഞി കുടിക്കുന്ന ചോദിക്കുന്നത്. ഇതിയാൻ്റെ പിടിപ്പുകേട് എന്ന് പറഞ്ഞാൽ എപ്പോൾ അത് ഭാര്യനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യ കുറച്ച് വർഷം ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് ഭാര്യ വാ തുറന്ന അപ്പം ഇതിയാൻ്റെ പിടിപ്പുകേടെന്നേ പറയുള്ളൂ. പിള്ളേര് അപ്പൻ്റെ ഓരോ തോന്നിയാസങ്ങൾ ഞങ്ങളുടെ എന്ന് പറഞ്ഞ് പിള്ളേരും ഭാര്യ ഒറ്റക്കെട്ട്. എന്നിട്ട് ഈ ചേട്ടൻ ഒറ്റപ്പെട്ട്. പ്രിയപ്പെട്ട ചേട്ടനും തോന്നാൻ തുടങ്ങി, ഞാനായിട്ടെല്ലാം നശിപ്പിച്ച്. ചേട്ടന് വിഷമം. അതുകൊണ്ട് ചേട്ടൻ ഭക്ഷണം കഴിക്കണില്ല വീട്ടിൽ നിന്ന്. കുടുംബത്തിൽ ആരും തന്നെ ഭക്ഷണം കഴിക്കലില്ല, സംസാരമില്ല, മിണ്ടാട്ടമില്ല. കുടുംബം ഒരു ശ്മശാന മൂകത ബാധിച്ച കുടുംബമായി. അങ്ങനെ കുടുംബം കൈവിട്ട് പോണ സ്ഥിതി വന്നപ്പോൾ അയൽക്കാർ ചിലർ ആ കുടുംബത്തെ ആ ചേട്ടനെ പിടിച്ച് അട്ടപ്പാടി കൊടുത്തതാണ്. അട്ടപ്പാടി വന്നാൽ അത് ഇങ്ങനത്തെ മനസ്സിൻ്റെ സ്ഥിതി ഇരിക്കും, എങ്ങനെ ധ്യാനിക്കും? ഇങ്ങനെ ഇരിക്കുക, കസേര ഇങ്ങനെ ഇരിക്കുക എന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പിടികൂടിയത്. ഇദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മാസം പറഞ്ഞ ഭയങ്കര മനസ്സിന് സങ്കടമായി. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതം തകർന്ന് 19 വയസ്സായി. ഇനി അദ്ദേഹം പറയുകയാണ്, എനിക്ക് 50-55 വയസ്സായച്ചാ ഇനി ഒരിക്കൽ കൂടെ ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല അച്ഛാ. മനസ്സിൻ്റെ ശക്തി പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് അതിനേക്കാൾ സങ്കടമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
എന്താ ചെയ്യേണ്ടത്? ഇനി ഏത് ബാങ്കിന്? എനിക്ക് ചില ബാങ്ക് മാനേജർമാരെ പരിചയമുണ്ട്. ഇനി അങ്ങനെയല്ലോ, എൻ്റെ പണ്ടത്തെ സ്വഭാവം അങ്ങനെയാണ്. ഒരു രോഗിയെ കണ്ടാൽ ഏറ്റവും നല്ല ഡോക്ടറെ കൊണ്ട് പരിചയപ്പെടുത്തുക, ഒരു കടബാധിതക്കാരനെ കണ്ടാൽ നല്ല ബാങ്ക് മാനേജറിൻ്റെ അടുത്തേക്ക് ഒരു കുറിപ്പ് കൊടുത്തുവിടുക, ഇയാൾക്ക് ലോൺ കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഏത് ബാങ്കിലേക്ക് വിടണമെന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ പഴയ ഇടവകയിലെ ചേട്ടൻ പറഞ്ഞ ആ ഒരു അച്ഛൻ്റെ കാര്യം ഓർമ്മ വന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു കുരിശളർ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനി എന്തിനു താമസിക്കണം, മുട്ടുകുത്താൻ പറഞ്ഞു. ഞാൻ ആ കുരിശുരൂപം എടുത്തിട്ട് ചേട്ടൻ്റെ കൊടുത്ത് ഒരു ആശീർവാദം. നമ്മളോട് ഈശോ എന്താ പറഞ്ഞിരിക്കണത്? ഈശോ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ദാനമായി കിട്ടി, ദാനമായി കൊടുക്കുക, ഇത്ര പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പിന്നെ ഭാര്യ കാര്യം ചിന്തിക്കാൻ നിന്നില്ല. ഞാൻ ഇത് ആ ചേട്ടന് ദുഃഖമുണ്ട്, എനിക്ക് കുരിശുരൂപമുണ്ട്. ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ആ കുരിശുരൂപം എടുത്ത് ചേട്ടൻ്റെ കടബാധ്യത മാറിപ്പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കുരിശുരൂപം അവിടെ വെച്ച്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ചേട്ടനോട് ചേട്ടന് പോയി ക്ലാസ്സിൽ പോയി ഇരുന്നോളം പറഞ്ഞ് ചേട്ടനെ വിട്ടയച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ വ്യാഴാഴ്ച രാവിലെ 6:15 മണിക്ക് ഞാൻ നോക്കുമ്പോൾ ഈ ചേട്ടൻ വീണ്ടും നല്ല ശക്തനായിട്ട് തിരിച്ച് ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ ചേട്ടനെ കണ്ട് ഓർമ്മയുണ്ട്. ഞാൻ ചോദിച്ചു, ചേട്ടൻ കഴിഞ്ഞ ആഴ്ച ധ്യാനം കൂടി പോയതല്ലേ, പിന്നെ എന്തിനാണ് പിന്നെയും വന്നിരിക്കണത്? ചേട്ടൻ പറഞ്ഞു, വേണ്ടി വന്നാൽ ഇനിയും വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ എന്താ വിഷയം എന്ന് ചോദിച്ചു. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞു, അച്ഛൻ ഓർക്കണുണ്ടോ, കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച രാവിലെ ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിന് പോകുമ്പം 1,40,00,000 കടം. പിന്നെ വീട്ടിലേക്ക് ചെല്ലുമ്പം കണ്ടാൽ പിന്നെ 5-6 മാസത്തേക്ക് നമുക്ക് ചിരിക്കാനോ സന്തോഷിക്കാനോ പറ്റാത്തത് മുഖമുള്ളൊരു ഭാര്യയാണ്. പിന്നെ എന്ത് പറഞ്ഞാലും കുറ്റപ്പെടുത്തുന്ന 2 മക്കള്. അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു എൻ്റെ ജീവിതം. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 8:30 ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ കടയെല്ലാം വീടിയച്ചാ, എൻ്റെ ഭാര്യയുടെ മുഖം തെളിഞ്ഞ്, എൻ്റെ മക്കൾ സന്തോഷമുള്ളവരായി. 7 ദിവസത്തിനുള്ളിൽ സംഭവിച്ചു. ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ 7 ദിവസം 1.5 കോടി കടം മാറുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചേട്ടൻ പറയാണ്, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് അപ്പം ആശീർവാദമൊക്കെ മേടിച്ച കാര്യം ഓർക്കണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നു, പാലായി ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈകുന്നേരം 7:30 വെള്ളിയാഴ്ച രാത്രി 7-8 മണിയായി. അപ്പോൾ ഒരു ബ്രോക്കർ വിളിക്കുകയാണ്. ഇവരിങ്ങനെ കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്രോക്കർ വിളിക്കുകയാണ്. ബ്രോക്കർ ചോദിച്ചു, ചേട്ടാ നമുക്കൊരു കുറച്ച് സ്ഥലം കിടപ്പുണ്ടായിരുന്നല്ലോ, അത് വല്ല പാർട്ടി വന്നോന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പ്ലോട്ട് ചേട്ടനുണ്ട് പാലായിൽ, പ്ലോട്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞൊരു ഫോൺ നമ്പർ എഴുതി വെച്ചിട്ട് 11 വർഷം അവിടെ കിടപ്പുണ്ട്. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കണില്ല. അങ്ങനത്തെ ഒരു സ്ഥലം അവിടെ കിടക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബ്രോക്കർ പറയാണ്, ഒരു പാർട്ടി വന്നിട്ടുണ്ട്, കൊണ്ടിട്ടെന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു, ഓക്കെ 11 വർഷമായിട്ട് ഒരുപാട് പാർട്ടികൾ വന്നുകൊണ്ടിരുന്ന സാധനം ചേട്ടൻ പുതുമയല്ല, ഓക്കെ എന്ന് പറഞ്ഞ് ശനിയാഴ്ച രാവിലെ ഈ പാർട്ടികൾ വന്നു. ഈ പാർട്ടികൾ വന്നിട്ട് ഈ സ്ഥലമെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് പാർട്ടികൾ തമ്മിൽ പറയുക, ഇതേപോലെ നല്ലൊരു സ്ഥലം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, ഈ ലോകത്ത് തന്നെ ഇതുപോലെ നല്ല സ്ഥലം ഉണ്ടെന്ന് തോന്നണില്ല, അതൊരു ഇപ്പം തന്നെ അഡ്വാൻസ് പിടിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പം ബ്രോക്കർ ചോദിച്ചു, കുറച്ച് കഴിഞ്ഞിട്ട് പോരെ, ഇതിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായതാണ്, അല്ല ഇപ്പം തന്നെ കൊടുക്കണം, അല്ല ഇപ്പം തന്നെ നമ്മൾ അഡ്വാൻസ് കൊടുത്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് മേടിച്ചോണ്ട് പോകും എന്ന് പറഞ്ഞ് അപ്പോൾ അഡ്വാൻസ് പിടിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ വിലയുടെ കാര്യം പറഞ്ഞു ഒപ്പിക്കണമല്ലോ, ആ വിലയുടെ കാര്യം ചോദിച്ചു, ചേട്ടാ ഇത് എന്ത് വിലയ്ക്ക് കൊടുക്കണം? അപ്പോഴാണ് ഇവർ തമ്മിൽ ആദ്യം ആലോചിച്ചു. അവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 1.25 ലക്ഷം ആണെങ്കിലും എടുക്കണം, 1.5 ലക്ഷം ആണെങ്കിലും വിടരുത് സെൻറ്റിന്, പക്ഷേ 1 ലക്ഷം വെച്ച് തുടങ്ങാം. എന്നിട്ട് അവർ പറഞ്ഞു, ചേട്ടാ ഈ സ്ഥലം വളരെ മോശമാണ്, ഇത് 5 പൈസയ്ക്ക് ഉപകാരമുള്ള സ്ഥലം, കാറ്റ് പിടിച്ചിങ്ങനെ വെറുതെ കിടക്കുന്നത്, ഒരു ആദായം ഉണ്ടോ? ഇത് എങ്ങനെ കൊടുക്കണത്? ഇവരെ വില പറയാൻ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, ഞാൻ പറയില്ല, നിങ്ങൾ കണ്ട വില പറ, എന്നിട്ട് ഒരു കുറവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനാലോചിച്ച് പറഞ്ഞു, 1 ലക്ഷം വെച്ച് നോക്കിയാലോ എന്ന് ചോദിച്ചു. ഈ ചേട്ടൻ എന്നോട് പറഞ്ഞ് ഓർക്കുന്നുണ്ട്, അച്ഛാ അത് നല്ല സ്ഥലമാണ്, പക്ഷേ ഒരു 80,000 രൂപയെങ്കിലും കിട്ടിയാലേ കൊടുക്കാൻ പറ്റുള്ളൂ, 80,000 രൂപ കുറഞ്ഞ് കൊടുത്ത നഷ്ടമാണ്. ഇനി എനിക്ക് കടം മൂത്ത് നിൽക്കുന്ന സമയമുണ്ട്, ഒരു 50,000 രൂപ വെച്ചാണെങ്കിലും ഞാൻ കൊടുക്കും, കാരണം എൻ്റെ കടബാധ്യത വീട്ടണം. അങ്ങനെ പ്രാർത്ഥിച്ചു പോയ ചേട്ടനോടാണ് ഇവർ ചോദിക്കുന്നത്, 1 ലക്ഷം വെച്ച്, ചേട്ടാ സ്ഥലം വളരെ മോശമാണ്, 1 ലക്ഷം വെച്ച് നോക്കാമെന്ന് പറഞ്ഞു. ചേട്ടന് വന്ന സന്തോഷത്തിന് കണക്കില്ല. ചേട്ടൻ അറിയാതെ ചോദിച്ചു പോയി. അപ്പോൾ അവർക്ക് മനസ്സിലായി വില തീരെ കുറഞ്ഞു പോയി. അതുകൊണ്ട് അവരങ്ങോട്ട് കൂടി ആലോചിച്ച് പറഞ്ഞു, 1.25 വെച്ച് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ വന്ന് ചോദിച്ചു, ഒരു 1.25 വെച്ചോ എന്ന് ചോദിച്ചു.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണെന്നറിയോ? നല്ലൊരു അച്ഛൻ്റെ ഒരു ആശീർവാദം മേടിച്ചിട്ട് വെറുതെ എന്ന് പറഞ്ഞാൽ കാശിങ്ങനെ വീണോണ്ടിരിക്കും. അവർ പറഞ്ഞു 1.25 വെച്ചോന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു എനിക്ക് ആലോചിക്കണം. കാരണം ചേട്ടന് മനസ്സിലാകേണ്ടത് എന്താന്ന് എനിക്ക് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് എന്തായാലും നല്ല വിലയ്ക്ക് ആ സ്ഥലം കച്ചവടമായി. അത് ഉടനെ കച്ചവടം ഇങ്ങനെ ആയി ഒരു അഡ്വാൻസ് ഒക്കെ കൊടുത്ത് പോയെങ്കിലും അത് കച്ചവടം നടക്കുമെന്ന് ഒരു ഉറപ്പ് ചേട്ടനുണ്ടായിരുന്നില്ല. പിന്നെ ഞായറാഴ്ച കുറച്ച് പൈസ അവർ കൊടുത്തു, തിങ്കളാഴ്ച കുറച്ച് പൈസ കൊടുത്തു. ആ സമയത്ത് ചേട്ടൻ അവരോട് പറഞ്ഞു, ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് തരുന്നത് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ തരാം. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ആദ്യം ഒരു 1.5 കോടി രൂപ എനിക്ക് വേണം. കാരണം എൻ്റെ ആധാരം, പട്ടയം, അതിൻ്റെ പോക്കുവരവ് അതിൻ്റെ സംഗതികളൊക്കെ പല ആളുകളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് വീട്ടിൽ എടുക്കണമെങ്കിൽ 1.5 കോടി ആദ്യം കൊടുക്കണം. ആ പൈസ ഇങ്ങോട്ട് തന്നാലാണ് കച്ചവടങ്ങൾ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ശരിയെന്ന് പറഞ്ഞു. അവർ പോയി 1.5 കോടി ഉണ്ടാക്കി ബുധനാഴ്ച വന്ന് അവരിത് അവർക്ക് കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരൻ, അപ്പോൾ അതിന് ഇതൊക്കെ ഉണ്ട്, എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എഴുതിയൊക്കെ റെഡിയാക്കി 1.5 കോടി മേടിച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സൈൻ ചെയ്തു. അങ്ങനെ അതൊക്കെ ചെയ്ത് അങ്ങനെ എല്ലാം സെറ്റിൽ ചെയ്തു. അതിനുശേഷം ഈ ചേട്ടൻ ആധാരവും പട്ടയം എടുക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് മൂത്ത മക്കളെ അതിനുവേണ്ടി നിയോഗിച്ചു. ഭാര്യയോട് വിവരം പറഞ്ഞു. ഭാര്യയുടെ മുഖം പ്രസന്നമായി. അതിനുശേഷം മക്കളുടെ മുഖം പ്രസന്നമായി. അവരെ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ട് അന്ന് രാത്രി ചേട്ടൻ വീട്ടിൽ കിടക്കാൻ പോയില്ല. അന്ന് നേരെ പാലായി ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ബസ് കയറി അട്ടപ്പാടിക്ക് പുറപ്പെട്ടു. ബുധനാഴ്ച രാത്രി മുഴുവൻ യാത്ര ചെയ്ത് വ്യാഴാഴ്ച വെളുപ്പിന് 6:15 അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിൻ്റെ പടിക്കലിറങ്ങി. അങ്ങനെയാണ് ചേട്ടൻ അങ്ങനെ ആവേശത്തോടെ കയറി വേണ്ടി വന്ന് ഇനിയും വരുവച്ചാന്ന് പറഞ്ഞ് ചേട്ടൻ വന്നിരിക്കുക. ചേട്ടൻ പറഞ്ഞ് എൻ്റെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് വിറ്റൊഴിയാത്തൊരു സ്ഥലവും പിന്നെ ഇത്രയും കടവും പിന്നെ കുടുംബത്തിലെ സമാധാനക്കേടും വഴക്കെല്ലാം അന്തരീക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ 8 ദിവസം പോലെ തികയേണ്ടി വന്നില്ല. കർത്താവ് അത് എടുത്തു മാറ്റി. ഇന്ന് ഞാൻ എൻ്റെ കർത്താവിന് സാക്ഷ്യം പറയാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം താമസിച്ച ധ്യാനം നടക്കുമ്പോൾ ആ ധ്യാനകേന്ദ്രത്തിൽ സ്റ്റേജിൽ അവിടെ അന്ന് ധ്യാനിച്ചിരുന്ന ആളുകളോട് ഈ കാര്യങ്ങളുടെ സാക്ഷ്യവും പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഞാനൊരു അച്ഛനായിരുന്നു. ഒരു വർഷത്തിലധികമായിട്ട് വൈദികനായി ജീവിച്ചാണ്. പക്ഷേ ആ ചേട്ടനത് പറഞ്ഞിട്ട് ആ ഒരു ബോധ്യത്തോടെ കുരിശിൻ്റെ ആശീർവാദം ഈ ഒരു കുടുംബത്തിനോട് കൊടുത്തപ്പോൾ ഈശോ പ്രകടമായിട്ടാണ് അത്ഭുതം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അപ്പം ഞാൻ ദൈവത്തോട് കർത്താവ് ഇതെന്താ ഇത് എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഈ ഒരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കർത്താവ് അന്ന് എനിക്ക് വെളിപ്പെടുത്തി എങ്ങനെയാണ്, ഇത് അച്ഛൻ്റെ എന്തെങ്കിലും പുണ്യയോഗ്യത കൊണ്ടോ അച്ഛൻ്റെ എന്തെങ്കിലും മേന്മ കൊണ്ടോ സംഭവിക്കുന്നതല്ല. പിന്നെയോ കർത്താവ് ദാനമായി നൽകിയിട്ടുള്ള പൗരോഹിത്യത്തിൻ്റെ ആ ശക്തി കൊണ്ടാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. എന്നിട്ട് കർത്താവ് എന്ന വചനമാണ് നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായം അതിൽ 8-ാമത്തെ തിരുലിഖിതം. അവിടുത്തെ സന്നിധിയിൽ അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും അവിടുത്തെ നാമത്തിൽ അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കാനുമായി ലേവിയുടെ ഗോത്രത്തെ കർത്താവ് തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പം ലേവി പഴയ നിയമത്തിൽ പൗരോഹിത്യം ഉണ്ടായിരുന്നത് ലേവി ഗോത്രത്തിനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അവിടുത്തെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും അവിടുത്തെ നാമത്തിൽ അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കുന്നതിനുമായി ലേവി ഗോത്രത്തെ കർത്താവ് തെരഞ്ഞെടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ കർത്താവ് പൗരോഹിത്യത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരനുഗ്രഹമാണ് കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ജനത്തെ അനുഗ്രഹിക്കാനുള്ള അധികാരം. ഒരച്ഛൻ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ജനത്തെ അനുഗ്രഹിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും അവനെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കാൻ ഒരു അച്ഛൻ പൗരോഹിത്യമുള്ള ഒരാള് ഒരു കുടുംബത്തെ ആശീർവദിക്കുമ്പോൾ ദൈവം പറയാണ്, അപ്പോൾ ഞാനും അവനെ ആശീർവദിക്കും. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഇപ്പോൾ ഒരു അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇവിടുന്നുള്ള കുടുംബം വന്നുകൊണ്ട് കൈ നിറയെ ചുണങ്ങല്ലോ അരിമ്പാറ, കൈ നിറയെ അരിമ്പാറ. അപ്പം എന്ത് ചെയ്തു, ഒരു ആശീർവാദം കൊടുത്തിട്ട് പറഞ്ഞു ഇനി അടുത്ത വർഷം കാണുമ്പോൾ സാക്ഷി പറയണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോന്നു. ഈ വർഷം ചെന്നപ്പോൾ അരിമ്പാറയില്ല, പല പുത്തൻ കയ്യായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രദേശമാകെ ഇളകി വന്നിരിക്കുകയാണ്. ജനങ്ങൾ സമുദ്രം പോലെയാണ് ആലപ്പുഴ പൂങ്കാവ് പള്ളിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ
അവർ നോക്കുമ്പോൾ പ്രകടമായി സംഭവം. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക നമ്മുടെ ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടോ ഒന്നല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. സംഖ്യ 10:8 പറയുകയാണ്, നിങ്ങൾ ആശീർവദിക്കുന്നവനെ ഞാനും. അപ്പോൾ പൗരോഹിത്യത്തോട് ദൈവം ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് അനുഗ്രഹിക്കാൻ, ആശീർവദിക്കാനുള്ള അനുഗ്രഹം. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. Come, Lord Jesus. എന്നെ മറക്കാത്ത നാഥാ, നിന്നെ ഞാൻ എത്ര വേഗം മറക്കുന്നു. മാറാതെ മനസ്സിൽ നിറയുന്ന നിൻ രൂപം ഞാൻ എത്ര വേഗം മായ്ച്ചു. ഓ, ഞാൻ എത്ര വേഗം മറന്നു. മറക്കാത്ത നാഥാ, നിന്നെ ഞാൻ എത്ര വേഗം മറക്കുന്നു. മാറാതെ മനസ്സിൽ നിറയുന്ന നിൻ രൂപം ഞാൻ എത്ര വേഗം മായ്ച്ചു. ഓ, ഞാൻ എത്ര വേഗം മറന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 48-ാം അധ്യായം 1-ാം തിരുലിഖിതം. അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിന് വേണ്ടി ഏലിയ ഒരു ആയുസ് മുഴുവൻ ചെയ്ത ശുശ്രൂഷയെ ഒറ്റ വാക്കിൽ, ഒറ്റ സെന്റൻസിൽ ഇതാ ദൈവത്തിന്റെ വചനം അവതരിപ്പിക്കുകയാണ്. അവൻ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട് പന്തം പോലെ അവന്റെ വാക്കുകൾ ജ്വലിച്ചു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. ഈ നിമിഷങ്ങളിൽ ഒരു വലിയ അഗ്നി അഭിഷേകം വ്യാപരിക്കണം. യെശയ്യാ 66-ാം അധ്യായം 15-ാം തിരുലിഖിതം. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളുന്നു, അവിടുത്തെ രഥം ഒരു കൊടുങ്കാറ്റ് പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഇപ്പോൾ അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. വലിയ ഭയം, ആകുലത, ടെൻഷൻ, നിരാശ, കുറ്റബോധം, പലതരത്തിലുള്ള ദുർപീഡകൾ, ഇങ്ങനെയുള്ള ഓരോ പീഡകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ, ഓരോ തരത്തിൽ സാത്താന്യ പീഡകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ യേശുനാമത്തിൽ വിടുവിക്കുന്നു. തിന്മകളും കോട്ടകളും തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന. നിന്നെ ഞാൻ എത്ര വേഗം മറക്കുന്നു. മാറാതെ മനസ്സിൽ നിറയുന്ന നിൻ രൂപം ഞാൻ എത്ര വേഗം മായ്ച്ചു. ഓ, ഞാൻ എത്ര വേഗം